സംസ്ഥാനത്തെ പ്രതിദിന വൈദ്യുതി ഉപയോഗം വീണ്ടും കുറഞ്ഞു. 1.5 മാസത്തിനിടെ ആദ്യമായി വൈദ്യുതി ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റിന് താഴെയെത്തി. ഇന്നലത്തെ ആകെ ഉപയോഗം 98.83 ദശലക്ഷം യൂണിറ്റാണ്. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണവും വേനൽ മഴയുമാണ് ഉപഭോഗം കുറയാൻ കാരണം. സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, മേഖല തിരിച്ചുള്ള നിയന്ത്രണം അതൊരു ഗുണം ചെയ്യുന്നുണ്ടെന്ന് നേരത്തെ വിലയിരുത്തലുണ്ടായിരുന്നു. അതുതന്നെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ ഇതിന് സഹായിച്ചിരിക്കുന്നത്, അല്ലേ? ശ്രുതി, തീർച്ചയായും അങ്ങനെ ഒരു വിലയിരുത്തലിൽ തന്നെയാണ് KCB ഉള്ളത്. പ്രധാനമായും മേഖല തിരിച്ചൊരു നിയന്ത്രണം അത് ഗുണം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ വേനൽ മഴ ശക്തമായിട്ടുണ്ട്. വരും ദിവസങ്ങളിലും വേനൽ മഴ ലഭിക്കും. അതുകൊണ്ട് തന്നെ മഴ കൂടി ലഭിച്ച പശ്ചാത്തലത്തിൽ വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ തോതിലുള്ള കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് KCBയുടെ വിലയിരുത്തൽ. ഒരുപക്ഷെ 1.5 മാസത്തോളമായി നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 100 ദശലക്ഷത്തിന് മുകളിൽ 11 കോടി യൂണിറ്റിന് മുകളിൽ എന്നത് തന്നെയായിരുന്നു. അതിലൊരു കുറവ് വന്നിരിക്കുന്നു എന്നതാണ് ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്നലത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ 98.83 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഉപയോഗിച്ചത് എന്നതാണ് കണക്കുകൂട്ടൽ. അതായത് 1.5 മാസത്തിന് ശേഷം 100 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിക്ക് താഴെ എത്തിയിരിക്കുന്നു ഉപഭോഗം എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിൽ വേനൽ മഴ തുടരുകയാണെങ്കിൽ നിയന്ത്രണം ഒന്നും തന്നെ ഇല്ലാതെ ഈ വൈദ്യുതി ഉപഭോഗത്തിൽ വലിയ തോതിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് KCB വിലയിരുത്തുന്നതും. ഒപ്പം തന്നെ പീക്ക് ആവശ്യകത ഒരുപക്ഷെ 6 മണി മുതൽ പുലർച്ചെ 2 മണി വരെയുള്ള ഈ ഒരു സമയം വലിയ തോതിൽ വൈദ്യുതി ഉപഭോഗം കൂടുന്നുണ്ടായിരുന്നു. ഒന്നാമത് AC അടക്കമുള്ള ഉപയോഗം കുറക്കണമെന്ന് KCB അടക്കം മാർഗനിർദ്ദേശം ഒരുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ മഴ ലഭിച്ചതോടെ ചൂട് കുറഞ്ഞതോടുകൂടി ഈ പീക്ക് അവർ ആവശ്യകതയിലും ചെറിയ തോതിലെങ്കിലും കുറവുണ്ടായിട്ടുണ്ട് എന്നതാണ്. കാരണം 5000 മെഗാവാട്ടിന് താഴെ എത്തുന്നു എന്നതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 5000 മെഗാവാട്ടിന് മുകളിലായിരുന്നു വൈദ്യുതി ഉപയോഗം, ഈ പീക്ക് ടൈം ആവശ്യകത. അതിൽ ഇത്തവണ കഴിഞ്ഞ ദിവസത്തെ കണക്ക് മാത്രം 4976 മെഗാവാട്ടാണ് പീക്ക് ആവശ്യകതയായി വന്നിട്ടുള്ളത്. ഏതായാലും ഇതേ രീതിയിൽ വേനൽ മഴ ലഭിക്കുകയാണെങ്കിൽ ഇനിയും വൈദ്യുതി ഉപഭോഗത്തിൽ കുറവുണ്ടാകുമെന്ന് തന്നെയാണ് KCB വിലയിരുത്തുന്നത്. അങ്ങനെയെങ്കിൽ പ്രാദേശികമായി ഈ മേഖല തിരിച്ചുകൊണ്ടുള്ള ഈ നിയന്ത്രണം ഇനി വേണ്ടിവരില്ല. ചെറിയ തോതിൽ മാത്രമേ ഇപ്പോൾ നിയന്ത്രണങ്ങൾ പലയിടത്തു നിന്നും മാറ്റിയിട്ടുണ്ടെങ്കിൽ പോലും ഈ നിയന്ത്രണം തന്നെ ഇല്ലാതെ വൈദ്യുതി ഉപഭോഗം പിടിച്ചുകെട്ടാൻ കഴിയുമെന്നത് തന്നെയാണ് KCB വിലയിരുത്തുന്നത്. ശ്രുതി, ശരി, വേനൽ മഴയും ഒപ്പം മേഖല തിരിച്ചുള്ള നിയന്ത്രണവുമാണ് പ്രതിദിന വൈദ്യുതി ഉപയോഗം വീണ്ടും കുറയാൻ ഗുണകരമായിരിക്കുന്നത്, സഹായകരമായിരിക്കുന്നതെന്നാണ് സുനിഷ അയ്യലൂർ റിപ്പോർട്ട് ചെയ്യുന്നത്.